എന്നർത്ഥമുണ്ട് ദീനുൽ ഇസ്ലാം. ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബ് എന്നർത്ഥമുണ്ട് വിചാരണ. വിചാരണയുടെ ഉടമസ്ഥനാണ് അല്ലാഹു. അവിടെ കൈക്കൂലി നടക്കൂല. അവിടെ നിങ്ങൾക്ക് അവിടുത്തെ ഓഫീസർമാരായ മലക്കുകളെ സ്വാധീനിക്കുക സാധ്യമല്ല. ഇടപാടുകൾ അമലുകളുടെ നാണയങ്ങളിൽ കൊടുക്കേണ്ട നേരമാണത്. ആ നാളിന്റെ ഉടമസ്ഥനാണ്, മാലിക്കാണ് അല്ലാഹു. മാലിക്കിയുമിദ്ദീൻ. ഇനി പറയേണ്ടത് എങ്ങനെയായിരുന്നു എന്നാ? ഇയ്യാഹു നഅ്ബുദു എന്നാ പറയേണ്ടിയിരുന്നത്. ആ പടച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ പടച്ചവൻ മാത്രമാണ് സഹായിക്കാൻ യഥാർത്ഥ കഴിവുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാ. പക്ഷെ യഥാർത്ഥത്തിൽ സഹായി അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ മഅബൂദ് അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. അപ്പൊ ഇയ്യാഹു, ആ പടച്ചവനെ, ആരാണോ റഹീം, ആരാണോ റബ്ബുൽ ആലമീൻ, ആരാണോ മാലിക് യൗമിദ്ദീൻ, ആ റബ്ബിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് പറയേണ്ടടുത്ത് അല്ലാഹ് പറഞ്ഞ എന്താ? ഇയ്യാക, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു റബ്ബേ. നോക്കണം, ആലമുൽ ഗൈബിൽ കിടക്കുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതനാണ് അല്ലാഹു. പടച്ച തമ്പുരാനെ കുറിച്ച് അല്ലാഹു എന്താണ്, എങ്ങനെയാണ് അല്ലാഹു എന്ന് നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും അങ്ങനെ ഒരിക്കലുമല്ല റബ്ബ് എന്ന് പറഞ്ഞ് അത് റബ്ബുൽ ആലമീനാണ്. ആ പടച്ചവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ്, കാരുണ്യവാനാണ്, റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. ഇതൊക്കെ പറഞ്ഞപ്പോ ആ റബ്ബിനെ നിസ്കരിക്കുന്ന, ആ റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ആ റബ്ബ് മുമ്പിൽ അവതരിക്കുന്ന പോലെ ബോധ്യമാവുകയാണ്. എന്നിട്ട് പറയുന്ന വാക്കാണ് ഇയ്യാക റബ്ബേ, അങ്ങയെ അല്ലാഹുവേ, അവിടത്തെ നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത്. നിന്നോട് മാത്രമാണ് റബ്ബേ സഹായ അഭ്യർത്ഥനയുള്ളത്. കാരണം ആനത്ത് ചെയ്യാൻ, സഹായം ചെയ്യാൻ, കഴിവ് നൽകാൻ, ഹൗലും ഖുവ്വത്തും നൽകാൻ ബിദ്ദാത്ത് കഴിവുള്ളത് അല്ലാഹുവിന് മാത്രമാണ്. ബാക്കി എല്ലാവരും, വാപ്പ മക്കളെ സഹായിക്കുന്നത്, കച്ചവടക്കാരൻ ഒരു കസ്റ്റമറെ സഹായിക്കുന്നത്, കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ സഹായിക്കുന്നത് അല്ലാഹുവേ നീ നൽകിയ സഹായത്തിന്റെ ഭാഗമാണ്. ഔലിയാഇന്റെയും അംബിയാഇന്റെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാഇന്റെയും മഖാമുകളിൽ നിന്ന് ലഭിക്കുന്ന, അർവാഹുകൾക്ക് ലഭിക്കുന്ന അവരുടെ നുസ്റത്തുകളാവട്ടെ എല്ലാം അല്ലാഹുവേ നിന്റെ ഖസാനയിൽ നിന്ന് നീ നൽകുന്നതല്ലാതെ അവർക്കായിട്ട് ഒന്നുമേ സ്വന്തമായിട്ടില്ല റബ്ബേ. ഇത് മുഅ്മിന്റെ അഖീദയാണ്, നമ്മുടെ വിശ്വാസം അതാണ്. അല്ലാഹുവേ നിന്നെ എന്ന് അതുവരെ അല്ലാഹു ഗൈബിൽ കിടക്കുന്ന റബ്ബ്, ഗൈബായ ഒരു ലോകത്തിൽ കിടക്കുന്ന അല്ലാഹു ജല്ല ജലാലുവിനെ അങ്ങനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹുവേ നിന്നെയാണ് എന്ന് അല്ലാഹു ഖിതാബിലേക്ക് വന്നു, ഡയറക്റ്റ് സ്പീച്ചിലേക്ക് വന്നു. അതുവരെ ഇൻഡയറക്റ്റ് ആയിരുന്നു, തേർഡ് പേഴ്സൺ ആയിരുന്നു. അത് ഫസ്റ്റ് പേഴ്സണായും അത് സെക്കൻഡ് പേഴ്സണായി മാറി. അല്ലാഹുവേ നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടെ പരിപൂർണമാവുകയാണ്. എന്തിനാണ് ഈ ജനനം, ഈ മരണം, എന്തിനാണ് ഈ ജീവിതം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي خلق الموت والحياة الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ജീവിതവും മരണവും എന്തിനല്ലാഹു നമുക്ക് വെച്ചു? എന്തിനാണ് നമ്മൾ ജീവിപ്പിച്ചത്? അതുകൊണ്ടല്ലേ ഒരു മരണം വന്നു പോകുന്നത്. ജീവിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കേണ്ടതില്ലാതിരുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ ജനനം അല്ലാഹു തന്നു കഴിഞ്ഞു. ഇനി അവൻ ഉദ്ദേശിക്കുന്ന പോലെ മരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. എന്തായാലും മരിക്കും. പടച്ചവൻ ആഗ്രഹിക്കുന്ന പോലെ മരിക്കാൻ പറ്റുക. മരിക്കാൻ വേണ്ടി ആരും ദ്വാരക്കരുതെന്നാ. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരന്നാൽ മതി. ഈമാൻ കിട്ടി മരിപ്പിക്കണേ ഇപ്പം തന്നെ ദ്വാരക്കേണ്ട. മരിക്കുമ്പോൾ പടച്ചവനെ ഈമാൻ തരണേ. നമ്മളങ്ങനെ പറഞ്ഞാലും ഉദ്ദേശം അത് തന്നെയാണ്. എന്നാലും ചിലപ്പോൾ തോന്നിപ്പോകും മരിക്കാൻ വേണ്ടി. മരിക്കാൻ ദ്വാരക്കണ്ട, ആയുസ് ചോദിക്കണം അല്ലാഹുവിനോട്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ നന്മകൾ ചെയ്ത് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യമുള്ളവരാണ്. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മം ചെയ്യുന്നത് എന്ന് പരിശോധിക്കുകയാണ് ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ലക്ഷ്യമെന്ന് അല്ലാഹു തബാറക സൂറത്തിലാണ് നമ്മളെ പഠിപ്പിച്ചത്. ആ കർമ്മങ്ങളിൽ ഏറ്റവും വലുത് ഇബാദത്ത് തന്നെയാണ്. മാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എനിക്ക് ആരാധന ചെയ്യാനാണ് ഞാൻ മനുഷ്യനെയും ജിന്നിനെയും പടച്ചത്. നമ്മള് മുക്കല്ലഫീന ബിൽ ഇബാദ, പടച്ചവനെ ഇബാദത്ത് ചെയ്യണമെന്ന് അള്ളാഹു നിഷ്കർഷിച്ചിട്ടുള്ള വിഭാഗമാണ് നമ്മളും ജിന്നുകളും. ജിന്നുകളെ കണ്ട് പേടിക്കുക, ജിന്നുകളുണ്ടോ എന്ന് പേടിക്കുക, ബാത്റൂം പോകാൻ പേടി. അവരവരുടെ ലോകത്ത് ജീവിക്കാൻ, അവർക്ക് കുറേ പണി ചെയ്യാനുണ്ട്, നമുക്ക് കുറേ പണി പഠിച്ചോ നമ്മളിൽ തന്നിട്ടുണ്ട്. നമ്മൾ അവരെ പിന്നാലെ പോകാനോ അവർ നമ്മുടെ പിന്നാലെ വരാനോ അല്ല അവരുടെ ദൗത്യം. പേടിച്ച് നടക്കൊന്നും വേണ്ട. ഇന്ന കൈദ ശൈത്വാനി കാന ദഈഫ. പിശാചുക്കളുടെ കുതന്ത്രങ്ങളൊക്കെ വളരെ ദുർബലമാണെന്ന്. മനുഷ്യൻ്റെ ഒരു ആബിദായ ഒരു മനുഷ്യനോട് മല്ലിടാൻ ഒരു ശൈത്താനും പറ്റൂല എന്നാ. അവർ തളർന്നു പോകും. നമ്മുടെ കരുത്തെന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹും ആയത്തുൽ കുർസിയും. ഇതൊക്കെ നമ്മുടെ കരുത്താണ്. അതിൻ്റെ മുമ്പിൽ അടിപതറാത്ത ഒരു പിശാചുമില്ലെന്നാണ്. നമ്മളെ പടച്ചെന്തിനാണെന്നറിയോ? ഇല്ലാ ലിയഅ്ബുദൂൻ, ഇബാദത്ത് ചെയ്യാനാണ്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്തറിയോ? ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, നീ എൻ്റെ ഉടമസ്ഥനാണ്. അപ്പം അടിമ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അടിമ എന്നൊരു ഫീലിംഗ് ഒക്കെ വരുന്നുണ്ടോ? അടിമ എന്ന് മറ്റു വേറെ വാക്കൊക്കെ പറഞ്ഞുകൂടെ എന്നൊക്കെ തോന്നില്ല ഇടയ്ക്ക്. നമ്മൾ അള്ളാഹിൻ്റെ അടിമയാണോ? Are we really slaves of Allah? Do we consider ourselves as slaves and Allah is the master? അങ്ങനെ തോന്നുമ്പോഴേ നമ്മൾ മനുഷ്യരാവുന്നുള്ളൂ. ഞാൻ എൻ്റെ പടച്ചവൻ്റെ അടിമയാണ്, എൻ്റെ ഉടമസ്ഥൻ. എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. അപ്പോഴാണ് ഇബാദത്ത് എന്ന് പറയാ. അതാണ് ഇബാദത്ത്. ഒരടിമ തൻ്റെ ഉടമസ്ഥനോട് കാണിക്കുന്ന വിധേയത്വം. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഭൂമിലോകത്ത് പ്രപഞ്ചത്തിൽ ഒരു മനുഷ്യൻ, ആദ്യ മനുഷ്യനായ മനുഷ്യരുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാം കാലുകുത്തുമ്പോൾ സ്വന്തമായൊരു വീട് വെക്കുന്നതിൻ്റെ മുമ്പ് അള്ളാഹുവിന് വേണ്ടി വീട് പണിതവരാണ് ആദം നബി അലൈഹിസ്സലാം. ആ വീടാണ് ഇന്നത്തെ കഅബാലയം. അത് പിന്നീട് പുനർനിർമ്മിച്ചതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ഖിബലയായിരുന്ന മസ്ജിദുൽ അഖ്സ എന്ന സാലിസുൽ ഹറം, ഹറമുകളിൽ മൂന്നാമത്തെ ഹറം. മക്കയിലെ അൽ മസ്ജിദുൽ ഹറാം കഴിഞ്ഞാൽ അൽ മസ്ജിദുൻ നബവി, അത് കഴിഞ്ഞാൽ അൽ മസ്ജിദുൽ അഖ്സ. ആ അഖ്സ പള്ളിക്ക് അസ്ഥിവാരമിടുന്നത് സയ്യിദുന ആദം നബി അലൈഹിസ്സലാം തന്നെയാണത്രേ. പിന്നീട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അത് കഴിഞ്ഞ് ദാവൂദ് നബിയും സുലൈമാൻ നബി അലൈഹിസ്സലാമും. കഅബാലയത്തിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും നിർമ്മാണങ്ങൾക്കിടയിൽ 40 സന, 40 വർഷങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. കഅബാലയം പണിത് 40 വർഷം കഴിഞ്ഞതിന് ശേഷം സയ്യിദുന ആദം നബി അലൈഹിസ്സലാം മസ്ജിദുൽ അഖ്സയുടെ പണി തുടങ്ങിയിട്ടുണ്ടത്രേ. അത് പിന്നീട് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതും കഴിഞ്ഞതിന് പൂർത്തീകരിച്ചത് സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം, അവരുടെ പിതാവ് ദാവൂദ് നബി അലൈഹിസ്സലാം. അതാണ് അൽ മസ്ജിദുൽ അഖ്സ. മസ്ജിദുൽ അഖ്സ കണ്ടവരൊന്ന് കൈപൊക്കിയാട്ടെ. അൽ മസ്ജിദുൽ അഖ്സ പോയി അവിടെ പോയി നിസ്കരിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയ, അല്ലെങ്കിൽ കണ്ട ആളുകൾ മാഷാ അല്ലാഹ്, ഒരു 4-5 ആളുകളെ മാഷാ അല്ലാഹ്. അല്ലാഹു ആ നാടിനെ, മസ്ജിദുൽ അഖ്സയെ അല്ലാഹു എന്നേക്കുമായി മുസ്ലിം ഉമ്മത്തിൻ്റെ കരങ്ങളിലേക്ക് അല്ലാഹു അതിൻ്റെ അധികാരം പരിപൂർണമായി അല്ലാഹു ഏൽപ്പിച്ചു തരട്ടെ. ആ നാടിനെ അല്ലാഹു സുരക്ഷിതമാക്കി കൊടുക്കട്ടെ. ആ നാട്ടുകാരല്ലാഹു സുരക്ഷിതരാക്കട്ടെ. അവരാണ് മുറാബിത്തൂൻ. അവരുടെ ഈമാൻ വലിയൊരു ഈമാനാണ്.
ആ ഈമാനിന്റെ കരുത്ത് ലോകം കണ്ടു. ലോകം ഞെട്ടിത്തരിച്ചു. ഗസയെ ഇത്രമേൽ അതിക്രമിച്ചതിന് ശേഷം സ്വന്തമായി ആയുധപ്പുരകളില്ലാത്ത, സൈന്യമില്ലാത്ത, പോലീസുകാരില്ലാത്ത, ഒരു പഞ്ചായത്തിൻ്റെ അത്ര മാത്രം വലുപ്പമുള്ള ഒരു നാടിനെ 2 കൊല്ലം നിന്നടിച്ചിട്ടും ആ ജനങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു എന്ന വലിയ ഒരു സത്യത്തിൻ്റെ മുമ്പിൽ ലോക ജനങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ. ഇതെന്താണ് ഈ കാണുന്നത്? വലിയ രാജ്യങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ആ ജനങ്ങൾ ഞങ്ങൾ ഈ മണ്ണ് വിട്ട് പോകില്ലെന്ന് പറഞ്ഞ് ധീരതയുടെ, ഈമാനിൻ്റെ, നമ്മളൊരിക്കലും കണ്ട് പരിചയിച്ചിട്ടില്ലാത്ത വിധം കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ബോംബുകൾ വന്ന് വീണ് ആ കെട്ടിടം തകർന്ന്, ആ തകർന്ന കെട്ടിടത്തിൻ്റെ റക്സുകൾക്കുള്ളിൽ നിന്ന് സ്ലാബുകൾ പൊളിച്ചുമാറ്റി ജീവനോടെ കിടക്കുന്ന ഒരു കുഞ്ഞിനെ ആ സ്ലാബിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക്, ജീവനുള്ള ആ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവന്ന് ആ കുഞ്ഞ് ഭൂമിയിലേക്ക് തലയുയർത്തുമ്പോൾ 2 കൈയും പൊക്കിപ്പിടിച്ച് വിജയത്തിൻ്റെ അടയാളം പറയുന്ന ആ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഈമാൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ആലോചിക്കണം. നമ്മുടെ കുഞ്ഞിന് കൊതുകടിച്ചാൽ നമുക്ക് വേദനയാണ്. നമ്മുടെ കുഞ്ഞിനൊരു പനി വന്നാൽ നമുക്കന്ന് ഉറക്കല്ല. കുഞ്ഞിന് നാളെ പോളിയോ കുത്താൻ പോവാണല്ലോ, എനിക്ക് ഉറക്കം വരുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും ഗസയിലെ മക്കളെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കണം. അവരെ പട്ടിണി കിട്ടും, വർഷങ്ങളോളം, മാസങ്ങളോളം അന്നം കിട്ടാതെ. മുത്തനബി തങ്ങൾ പറഞ്ഞു, ഒരു വിഭാഗം ആളുകൾ ലോകാവസാനം വരെ അവരുടെ മനോവീര്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. ولا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم. ഇത് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ ചോദിച്ചു, നബിയെ ആരാണവർ? വഹും ഫി അക്നാഫി ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ സംരക്ഷണത്തിന് നിൽക്കുന്ന മുഅ്മിനീങ്ങളാണ്. ഹുമുൽ മുറാബിതൂൻ, അവരാണ് അല്ലാഹുവിന് വേണ്ടി മസ്ജിദുൽ അഖ്സയുടെ സുരക്ഷയ്ക്ക് വേണ്ടി റിബാത്ത് ചെയ്യുന്നത്, അതിനുവേണ്ടി സംരക്ഷണ വലയം തീർക്കുന്നത്. ആ മനുഷ്യരോളം ഈമാനുള്ളവർ വേറെ ഉണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ് ഇതോടൊപ്പം നമ്മളിങ്ങനെ ചേർത്ത് വെക്കണം. അവരും മനുഷ്യരാണ്. പക്ഷേ മറ്റു മനുഷ്യരെല്ലാം മരിച്ചൊടുങ്ങിയപ്പോഴും അവിടത്തുകാർ ജീവിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ പഠിപ്പിച്ചു അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അത് ഹബീബിന്റെ ഈ ഹദീസിന്റെ പുലർച്ചയാണ്. ലാ യദുറുഹും മൻ ഖാലഫഹും, അവർ